ഹായ്, ഞാൻ ഡോക്ടർ വിനീത. കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസറാണ്. കുട്ടികളിലെ പഠന പെരുമാറ്റ വൈകല്യ നിവാരണ പദ്ധതിയായ സദ്ഗമയ എന്ന OP കൈകാര്യം ചെയ്തു വരും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും അതാണ്, കുട്ടികളിലെ ബിഹേവിയറൽ ഇഷ്യൂസ് അഥവാ പെരുമാറ്റ പ്രശ്നങ്ങൾ. ടോഡ്ലർ ഗ്രൂപ്പിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നം, ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആണ് തം സക്കിങ്. തം സക്കിങ് എന്ന് വെച്ചാൽ എന്താണ്? വിരലുകൂടി അല്ലേ? നമ്മൾ മിക്കവാറും എല്ലാ രക്ഷിതാക്കളും ഇതുകൊണ്ട് പാടുപെട്ടിട്ടുണ്ടാവും. ഇതൊന്നൊന്ന് കുട്ടികളെ ഒന്നൊന്ന് പിന്മാറ്റിക്കൊണ്ടുവരാൻ. പക്ഷേ ഒരു 4 വയസ്സ് വരെ ശ്രദ്ധിക്കുക. 4 വയസ്സ് വരെ ഇത് നോർമലാണ്, ഇത് ഓക്കെയാണ്. അത് ആ കുട്ടിയുടെ ഒരു ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഓവർകം ചെയ്യുന്നതിന്റെ ഭാഗമായി ആ കുഞ്ഞ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് തം സക്കിങ്. അപ്പം 4 വയസ്സ് വരെ അവനെ അതിന് അനുവദിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ 4 വയസ്സിന് ശേഷവും ഇത് തുടരുകയാണെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല്ല് സംബന്ധമായി, മോണ സംബന്ധമായിട്ടുള്ളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോ നിർബന്ധപൂർവമല്ലാതെ വളരെ നയപരമായിട്ട്, കൊച്ചു കുഞ്ഞുങ്ങളാണല്ലേ, അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വളരെ എളുപ്പമാണ്. ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻസ്, അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ സമയം കണ്ടെത്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക അവർക്ക്. അപ്പൊ പയ്യെ പയ്യെ അതിൽ നിന്ന് നമുക്ക് അവരെ പിന്മാറ്റിക്കൊണ്ടുവരാൻ പറ്റും.